നമസ്തേ. ഈശ്വരാനുഭവം ഒരുവന് ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെ ആവാം, എങ്ങനെയൊക്കെ ആയിരിക്കാം. ഈശ്വരസന്നിധിയിൽ എത്തിച്ചേരുന്ന ഒരുവന്റെ ജന്മമരണ ചക്രപ്രവാഹത്തിൽ നിന്നുള്ള മോചനം സംഭവിക്കുകയാണ്. അങ്ങനെ ഈശ്വരാനുഭൂതിയിലേക്ക്, ഈശ്വരസന്നിധിയിലേക്ക് ചെന്നു ചേരണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഇതിനെക്കുറിച്ച് സാമാന്യമായിട്ട് പറയുകയുണ്ടായി. അറിവ് ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈശ്വരജ്ഞാനമുണ്ടാവുക, ഈശ്വരന്റെ യഥാർത്ഥ സ്വരൂപ സ്വഭാവ വിശേഷങ്ങളെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അതിലെ ദൃഢമായ ബോധമുണ്ടായി കഴിഞ്ഞാൽ അവൻ മുക്തനായി. അതിന് ഗുരുക്കന്മാരുടെ അനുഗ്രഹം വേണം. ഗുരുവനുഗ്രഹം, ഈശ്വരാനുഗ്രഹം. ഈശ്വരാനുഗ്രഹാദേവ പുംസാം അദ്വൈതവാസന. ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഒരുവന് അദ്വൈത തത്വശാസ്ത്രത്തിൽ വാസന ഉണ്ടാകുന്നത്. ഈശ്വരാനുഭൂതി ഉണ്ടാവണമെന്ന് തോന്നലുണ്ടാവുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് തന്നെയാണ്, ഗുരുകാരുണ്യം കൊണ്ട് തന്നെയാണ്. അപ്പൊ ഗുരുകാരുണ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെ ഒരുവന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അയാൾക്ക് ഈശ്വരനെ കുറിച്ചുള്ള ജിജ്ഞാസയായി, അതിനുവേണ്ടിയുള്ള പ്രവർത്തനമായി, എവിടെ അതിനുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്യും. അപ്പൊ ജ്ഞാനം കിട്ടണമെങ്കിൽ, അറിവുണ്ടാവണമെങ്കിൽ ഗുരുക്കന്മാരുടെ ലാഭം ഉണ്ടാവണം. അല്ലെങ്കിൽ ഗുരുപ്രോക്തങ്ങളായിട്ടുള്ള നല്ല പുസ്തകങ്ങളുടെ, വേദങ്ങളുടെ, ഉപനിഷത്തുകളുടെ സാമീപ്യമുണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാവാം. ഈശ്വരാനുഗ്രഹദ്വാര അയാൾക്ക് മോചനം എന്ന പദത്തിലേക്ക് എത്തുകയും ചെയ്യാം. അല്ലെങ്കിൽ ജ്ഞാനയോഗവും ഭക്തിയോഗവും ഒക്കെ സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് വേണമെങ്കിലും ചെയ്യാം. ഭക്തിക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഭക്തി ഉണ്ടായി ചിത്തശുദ്ധി വന്നാല് ആ ശുദ്ധമായ ചിത്തത്തില്, മനസ്സില് ജ്ഞാനമുണ്ടാവും. ജ്ഞാനത്തിനെയും ഭക്തിയെയും കൂടെയും എങ്ങനെ സമ്മേളിപ്പിക്കാം? അങ്ങനെ സമ്മേളിപ്പിച്ചാല് എങ്ങനെ മോചനം കിട്ടും എന്ന് അടുത്ത ശ്ലോകത്തില് പറയുകയാണ്. ഭഗവദ്ഗീത കിഞ്ചിദധീത ഗംഗാജലലവ കണികാ പീത സകൃതപിയേന മുരാരി സമർച്ച ക്രിയതേ തസ്യ യമേന ന ചർച്ച. ഭഗവദ്ഗീത അല്പമെങ്കിലും പഠിക്കാൻ സാധിക്കുക, ഗംഗാജലത്തിന്റെ ഒരു തുള്ളിയെങ്കിലും കുടിക്കാൻ പറ്റുക, ഒരിക്കലെങ്കിലും ഈശ്വരനെ വേണ്ടതുപോലെ പൂജിക്കാൻ സാധിക്കുക, ഇങ്ങനെയുള്ള ആളിന്റെ നാമം യമൻ ചർച്ചയ്ക്കെടുക്കില്ല. ഇതാണ് ഈ ശ്ലോകത്തിന്റെ സാമാന്യ താത്പര്യം. ഭഗവദ്ഗീതയുടെ ഒരല്പമെങ്കിലും അതീതമാക്കുക, സ്വായത്തമാക്കുക. ഗീതയിലെ 2-3 വരി ശ്ലോകം ചൊല്ലിയാൽ മതിയോ? 2-3 ശ്ലോകം ചൊല്ലിയാല് എല്ലാം ആയ എന്ന് കരുതാമോ? ഭഗവദ്ഗീതയിലെ ഒരു ശ്ലോകം പഠിച്ചാലും മതി. പക്ഷെ അത് പഠിക്കേണ്ട പോലെ ആയിരിക്കണം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഒരു ശ്ലോകമായതില് 1866. ഈ ശ്ലോകം പഠിച്ചാൽ മതിയോ? സർവധർമാൻ പരിത്യജ്യ, എല്ലാം വിട്ട് ഈശ്വരനെ ശരണം പ്രാപിക്കുക. മാമേകം ശരണം വ്രജ, എന്നെ തന്നെ, ഈശ്വരനെ തന്നെ ശരണം പ്രാപിക്കുക. അങ്ങനെയായാൽ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി. അപ്രകാരമായാല് ഞാൻ അങ്ങനെയുള്ള ഭക്തന്റെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിച്ചവനെ മോക്ഷത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ പാതയിലെത്തിക്കും. ദുഃഖിക്കണ്ട എന്ന് പറയുന്നു. ഇത് വേണ്ടതുപോലെ ഈ ശ്ലോകം മനസ്സിലാക്കിയാൽ മതി. അല്ലെ നയനം ചിന്തന്തി അസ്ത്രാണി നയനം ദഗതി പാപകഹ നജൈനം ക്ലേദയന്ത്യാപൂ നശോഷിയതി മാരുത. ഈ ആത്മാവിനെ വാളുകൊണ്ട് മുറിക്കാനോ വെള്ളം കൊണ്ട് തണുപ്പിക്കാനോ ഒന്നും സാധ്യമല്ല.
അത്തരത്തിലുള്ള ആത്മസത്തയാണ് താൻ എന്നറിഞ്ഞാലും മതി. അങ്ങനെയാണ് ഞാൻ എന്നും രാവിലെ തന്നെ ഇരുന്ന് 18 അധ്യായങ്ങളും പാരായണം ചെയ്യുന്നയാളാണല്ലോ, എനിക്കിന്ന് വരെ ഒരു സംതൃപ്തി ഇല്ലല്ലോ എന്നൊരാൾ ചിന്തിക്കുകയാണെങ്കിൽ അയാളുടെ പഠനം വേണ്ടതുപോലെയല്ല എന്ന് മനസ്സിലാക്കുക. ഇവിടെ അല്പമെങ്കിലും ഭഗവത്ഗീത പഠിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതാ തത്വം വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ സാധിക്കുക എന്നാണ് അർത്ഥം. അങ്ങനെ വേണ്ടതുപോലെ ഈശ്വരതത്വം മനസ്സിലാക്കുക. പിന്നെയോ ഗംഗാജല ലവ കണികാപീത, ഗംഗാജലത്തിന്റെ ലവം ഒരു ചെറിയ അംശമല്ലേ, ഒരു കണിക എങ്കിലും കുടിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി ഗംഗാജലം കുടിക്കാൻ സാധിക്കുക. അങ്ങനെയുള്ള ആളിന്റെ കാര്യവും യമൻ ചർച്ച ചെയ്യില്ല, യമൻ അയാളെ വിട്ടുകളയുമെന്നർത്ഥം. ഗംഗാജലലവം ലഭിച്ചാല് അയാൾക്ക് മരണത്തിൽ നിന്ന് മോചനം കിട്ടുമെങ്കിൽ ഗംഗയിൽ കിടക്കുന്ന ജീവജാലങ്ങൾക്ക് ഒക്കെ എത്ര നന്നായിട്ട് മോചനം കിട്ടുമല്ലേ. ഗംഗാജലം അല്പം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഗംഗാനദിയുടെ കരയ്ക്ക് താമസിക്കാത്ത ഒരു വ്യക്തി, വളരെ ദൂരത്തിലുള്ള ഒരു വ്യക്തി, അയാൾ ഗംഗാജലം കുടിക്കുന്നതിനു വേണ്ടി ഗംഗയിലേക്ക് പോവുകയാണെങ്കിൽ ഗംഗാസാഗരത്തിലോ അല്ലെങ്കിൽ ഗംഗ ഒഴുകുന്ന സ്ഥലത്തോ ചെന്നെത്തണമെങ്കിൽ ധാരാളം യാത്ര ചെയ്യണം. പണ്ടത്തെ കാലമാകുമ്പോൾ ശങ്കരഭഗവത്പാദരുടെയൊക്കെ ആ സമയത്ത് യാത്രയെന്ന് പറഞ്ഞാൽ മിക്കവാറും നടന്നായിരിക്കും പോവേണ്ടി വരിക. അപ്പൊ അങ്ങനെ ഗംഗ കാണുവാൻ സാധിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരണമെങ്കിൽ ഋഷികേശിലോ ഹരിദ്വാറിലോ ബനാറസിലോ അല്ലെങ്കിൽ ബംഗാളിലെ ഏതെങ്കിലും സ്ഥലത്തോ വെച്ച് ഗംഗയിൽ ഇറങ്ങുകയും കുളിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ ധാരാളം യാത്ര ചെയ്തു വേണം പോവാൻ. അപ്പോൾ ഒരു ഭിക്ഷാന്തേഹിയായിട്ടായിരിക്കണം ഇദ്ദേഹത്തിന്റെ യാത്ര പലപ്പോഴും എന്നും കൂടി വിചാരിക്കുക. അങ്ങനെ വളരെ ദിവസങ്ങള് കാൽനടയായിട്ട് യാത്ര ചെയ്യുമ്പോൾ പല വിശുദ്ധന്മാരുടെയും സങ്കേതങ്ങളിലെ ചെന്ന് രാത്രി തങ്ങേണ്ടി വരും. അല്ലെ ഏതെങ്കിലും ഒക്കെ സത്തുക്കള് താമസിക്കുന്ന സങ്കേതങ്ങളില് താമസിക്കാൻ അവസരം കിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ സത്സംഗം ഉണ്ടാകും, നല്ല ആളുകളോടുള്ള ചേർച്ചയുണ്ടാകും, അവരിൽ നിന്ന് ഈശ്വര കഥകൾ കേൾക്കാൻ സാധിക്കും. അങ്ങനെ വളരെയധികം ക്ലേശിച്ച് ഗംഗയോട് അടുക്കുമ്പോൾ ഇയാളുടെ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ മിക്കവാറും പോയി അയാള് നല്ല മനഃശുദ്ധിയുള്ളവനായി, അന്ധകരണശുദ്ധിയുള്ളവനായിട്ട് മാറും. അങ്ങനെ വരുമ്പോഴാണ് അവന് ഗംഗാജലം ഒരു തുള്ളി കുടിച്ചാല് ഈശ്വരലാഭം ഉണ്ടാവുന്നത്. സകൃതപിയേന മുരാരി സമർച്ച, ഒരാള് ഒരിക്കലെങ്കിലും ഈശ്വരനെ വേണ്ടതുപോലെ പൂജിക്കുകയാണെങ്കിൽ അയാളുടെ കാര്യവും യമൻ നോക്കില്ല, യമൻ ശ്രദ്ധിക്കില്ല. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് എന്തെല്ലാം പൂജ ചെയ്തിരിക്കുന്നതാണ്, എനിക്കൊരു സുഖവും സംതൃപ്തിയും കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നയാളിന് ഇതിന്റെ തത്വം അറിയില്ല. ഒരിക്കലാണ് പൂജ ചെയ്ത മന്നൽമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യുന്ന ഒരു വ്യക്തിയാവട്ടെ, നന്നായിട്ട് ഈശ്വര വിചാരത്തോടുകൂടി ഏകാഗ്രമായിരുന്ന് ഈശ്വരനാണ് എല്ലാം എന്ന് കണ്ടുകൊണ്ട് അത്തരത്തില് ഒരു പൂജ ചെയ്യുന്ന ആളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലുള്ള സർവകർമ്മ സമർപ്പണത്തോടും കൂടി ഈശ്വരലാഭത്തിന് വേണ്ടി മാത്രം പ്രേമിച്ചുകൊണ്ട് മറ്റൊന്നും വേണമെന്നുള്ള ആഗ്രഹമില്ലാതെ പൂജിക്കുന്ന അവസ്ഥയിലെത്തിയാല് സകൃതപിയേന മുരാരി സമർച്ച, ഒരിക്കലെങ്കിലും മുരാരിയെ ഈശ്വരനെ ഒന്ന് വേണ്ടതുപോലെ അർച്ചന ചെയ്താല് അയാളെയും യമൻ ശ്രദ്ധിക്കില്ല. ഇപ്പൊ എന്തൊക്കെ ചെയ്യാമോ? വേദങ്ങള് അതിന്റെ തത്വം, ഉപനിഷത്ത് അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്തെന്ന് മനസ്സിലാക്കി പഠിക്കുക. ഗംഗാജലം കുടിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രയത്നം അയാളുടെ മനോനൈർമല്യം ഉണ്ടാക്കി അങ്ങനെ ഗംഗാതീരത്തെത്തുമ്പോൾ ഗംഗയിൽ നിന്നൊരു തുള്ളി വെള്ളം കുടിക്കുമ്പോൾ അതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ അന്ധക്കരണം വിശുദ്ധമായിരിക്കും. ഈശ്വരന്റെ മഹിമയെ അറിഞ്ഞ് ഈശ്വരന്റെ സ്വരൂപം എന്തെന്ന് മനസ്സിലാക്കി ഒരു പ്രാവശ്യം വേണ്ടതുപോലെ ഈശ്വരനെ പൂജിക്കാൻ സാധിക്കുക. ഇങ്ങനെയൊക്കെ ഉള്ളയാള് യമൻ വെറുതെ വിടുമെന്ന് പറഞ്ഞാൽ അയാളെ മരണം ബാധിക്കില്ല. ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല എന്ന ഉറച്ച വിശ്വാസമുള്ള ഒരുവനാണെങ്കിൽ
അയാൾ മരിക്കുകയോ ജനിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ജനനവും മരണവും ദാരിദ്ര്യവും രോഗവും ഭയവും ഒന്നും തന്നെ ഈ മുമ്പ് പറഞ്ഞ തരത്തില് ഈശ്വരന് വേണ്ടി ജോലി ചെയ്യുന്നയാൾക്ക് ഉണ്ടാവില്ല. ഇതൊരു പരമസത്യമാണ്. അങ്ങനെ ജനനമരണ ചക്രത്തിൽ നിന്ന് മോചിതനായ ഗുരു പറയുകയാണ്, ഏറ്റവും നല്ല പൂജയായ വനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യുകയോ, ഇനി അത് സാധിക്കുന്നില്ലെങ്കിൽ നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി വനമലർ കൊയ്ത് ഈശ്വര പൂജ ചെയ്യുകയോ, അല്ലെ ഗദ്യപ്രാർത്ഥനയോ ദൈവദശകമോ ആത്മോപദേശകമോ പോലെയുള്ള കൃതികളുടെ പഠനം അല്പമെങ്കിലും, അല്ലെ ഈശാവാസി മനുഷ്യത്തിന്റെ തർജ്ജിമയായിട്ട് ദൈവമേ അങ്ങ് ഞങ്ങളെ കാത്തുകൊള്ളുക, അല്ലെങ്കിൽ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അന്നവും വസ്ത്രവുമൊക്കെ എനിക്ക് മുട്ടാതെ തന്ന ജഗദീശ്വരന്റെ സത്തയെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ ഒരുവന് സാധിച്ചാൽ അവൻ ഒരു പ്രാവശ്യം ദൈവദശകം ചൊല്ലിയാൽ മതി. അതിന്റെ അന്തരാർത്ഥം മനസ്സിലാക്കിയാൽ അവൻ ഈശ്വരനായിട്ട് തീരുന്നു. ആ ഈശ്വര സ്വരൂപം കാട്ടിത്തന്ന ഗുരുവിനെ നമുക്ക് നമിക്കാം. നന്ദി.